നമസ്കാരം, ഞാൻ സുരിണിമ. ഞാനിപ്പോൾ ആഫ്രിക്കയിലുള്ളൊരു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന മസാജിനാണ് പോകാൻ പോണത്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ബാക്കിൽ ബാഗൊക്കെ ഇട്ട് നടന്നിട്ട് എൻ്റെ ഷോൾഡറൊക്കെ ആകെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഓപ്പൺ ബാത്ത്, നല്ലൊരു മസാജ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പതുക്കെ പോയാലോ? കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ചെന്നിട്ട് നമ്മുടെ മസാജ് ചെയ്യുന്ന ആ ഒരു സ്പേസൊക്കെ കാണാം. കാരണം ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് നമുക്ക് ഈ മസാജിൻ്റെ സംഭവം ഉള്ളത്. അപ്പോൾ വെള്ളച്ചാട്ടം ഒക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ നമുക്ക് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് കാണാം അല്ലേ? ഭയങ്കരമായിട്ട് നമുക്ക് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇതിൻ്റെ ഒരു കാവൽക്കാരനായുള്ള നായൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇപ്പോൾ മസാജ് ചെയ്തു തരാൻ പോകുന്ന ആളെന്ന് കണ്ടോക്കാം. ഓ, ആള് ഭയങ്കര ചുള്ളനാണ് കേട്ടാ. എന്തൊരു രസമുള്ള ആള്, തൊട്ട് ബോഡി. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നോക്കിയേ. ഓ, വെൽക്കം. വന്നരും നമുക്ക് Africa Chadang. Yes. Africa Chadang. Kadang Koch Malaria because it's a good, nice moment, nice meet you. മുസ്ലിം ഈ ചേട്ടന്. കാരണം ഈ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കൈയൊക്കെ ഭയങ്കര ഹാർഡായിരിക്കുന്നത്. Can I touch your hand? Oh, okay. ഓ, വളരെ സോഫ്റ്റ് ആട്ടോ. അപ്പം മസാജ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടായിരിക്കും അല്ലേ ചേട്ടാ? Yes, massaging. Too much massage. It's too much massage. It's body massage, proper massage. Okay, proper massage. Proper? പൊറോട്ട. Yeah. ഫസ്റ്റ് വന്നപ്പോൾ നമുക്ക് ആനയിക്കാൻ വേണ്ടി തന്നത് ഈ ചേട്ടൻ ഇത്രയും വലിയൊരു സാധനമാണ്. ഇത് വെച്ചിട്ട് എന്തൊരു പരിപാടി എന്ന് അറിയാൻ പാടില്ല. ഈ ചേട്ടൻ്റെ ഇങ്ങനത്തെ സാധനം എനിക്ക് തോന്നുന്നുണ്ട്. Too much. എനിക്കതന്നെ വേണ്ടത്. Please, this seat. 1 minute. You straight. You straight. Okay, sit. This is putting here. Sit. Okay. Stylish Benjamin. Yeah. നല്ല രസമുള്ളൊരു ഏർപ്പാട് കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തില്ല. കാരണം ഇവിടെ ഒരു പച്ചപ്പും ഹരിതാപകരൊക്കെ ഉണ്ട്. Yeah, it's nice hair. Oh, thank you. So what this is what? This is my signature. Signature? Yeah. So, reaction? Reaction. Okay. Childhood time. Good body. This is a rubber body. Thank you. Some eye meal massage, too much of complete cleaning. Okay. Also transparent. അപ്പം എനിക്ക് ഫുള്ള് മസാജ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഹീലാക്കി തരാനാണ് വേണ്ടുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ്. This one's remove. Oh, yes. 1 minute. Sorry. Remove. Oh, wow! This is Kerala style. Unnepam model. Unnepam? Not Unnepam. This is Tannimathan. Upar Unnepam. Oh, yes. Unnepam. Nice. Good. My settings. Wow. ഇന്ന് ഞാൻ കലക്ക്. Sleep. Oh, I see. Also, very good body. This is movement. This is like this. This one is super body. Wow, body. What is you doing? This is massage style. Okay. This is good oil. This is Kuloti oil. This is body is making this good movement, good body transversal. Okay. Right? ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. കുറച്ച് എണ്ണ അങ്ങനെ കുറച്ച് കയ്യിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് ബാക്ക്. Wow. Indian porota mav. Wow, wonderful. This is so cool. Wonderful moment. Wow. Nice body. നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും വന്നിട്ട് ഈ അണ്ണനെ കൊണ്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കണം. എന്തൊട്ട് രസം എന്നറിയോ? This is please remove. Wow. No. Nice. No. Wow. So what sound? No. Oh, another sound. What sound? This is my permanent sound. Oh. Wow. What a സാധനം. Wow. Oh yeah. Shagada. നല്ല രസമുള്ള മസാജ് കേട്ടോ ഈ അണ്ണൻ്റെ. നല്ല രസമുള്ള മസാജ്.
wow, 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 super body. ഞാൻ കാലം മാറ്റിക്കിട്ടെ. Oh yes, please, കാലൊന്ന് പൊളിച്ചേക്കൂ. I mean, Please. Oh, what is this? sorry. Why like Sir. big? Okay. Elephant tumbikai. Okay. Good body. Massage center. Wow. No, not like that. This is my work. This is my work. Okay. Wow. Very good moment. The mouth cleaning massage. Okay. Wow. Wow. Super. Focus for the massage. ഞാൻ സത്യം പറഞ്ഞ ഉറങ്ങിപ്പോയി. കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മസാജ് കിട്ടിയപ്പോൾ എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഹാപ്പി എൻഡിങ് ഉണ്ടോ? ഹാപ്പി എൻഡിങ്. Today I was meeting, sleeping. It's my bedroom. Yes. I want to that. Okay. Ivar Kannagay is kettle the mouth and my WWX model per type is just pushing. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിട്ട് ഈ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഒരു നല്ല രീതിയിൽ മസാജ് ചെയ്ത് തരുന്നൊരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നല്ല രീതിയിലൊരു മസാജ് തന്നെയായിരുന്നു. താങ്ക് യു ഫോർ ദ മസാജ്. Thank you. Okay. No. Okay. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഈ ആഫ്രിക്കയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോവും. വളരെ എക്സൈറ്റ്മെന്റ്. ഹായ്. Okay. വാട്ട് ഈസ് യു ഡൂയിങ്? Good movement. Oh, you mean this like this വെച്ചു നേരെ വെച്ചു? Yes. Okay. Me also. Okay, tumbikai. പോട്ടെ, വാ. പിന്നെ പോയി സംഗതി ഞാൻ മലയാളം നിങ്ങളുടെ പിടിച്ചില്ല. എന്നിട്ട് ഇപ്പം നമ്മളെന്നെ അറേഞ്ച്മെന്റ് ചെയ്താൽ പിന്നെ ഇത് സുഡാനി ലുക്കിലാരും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടിപൊളി പീസ്. പക്ഷേ ഈ പിടുത്തത്തിൽ വരുമ്പോൾ നല്ല ആരൊക്കെ എന്തോ നല്ല പെരുമാറിയുള്ള ബോഡി. കാരണം പിടിച്ചത് കുഴിയണോടത്തൊക്കെ അറിയാം ആരൊക്കെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന്. പിന്നെ ആ കാലൊക്കെ അകത്താൻ പറഞ്ഞപ്പോൾ വേറെ ടൈപ്പിലൊക്കെയാണ് കാലകത്തുന്നത്. അപ്പം നമുക്ക് കുഴിയുമ്പോൾ നമുക്ക് ആനയുടെ തുമ്പിക്കായി പോലത്തെ കുറേ മോഡലുകൾ കുറേ സാധനം ഡിസൈൻസ് ഒക്കെ കണ്ടു. അതൊക്കെയാണ് കുഴപ്പമില്ല. പക്ഷെ നല്ല കുട്ടിയാണ്, ഗുഡ്. ഞാനും ഇത് കഴിഞ്ഞ് ഞാനും വൈറലാവും. ഇപ്പം ഇതുപോലത്തെ ആൾക്കാർ വരട്ടെ, എൻ്റെ അടുത്തേക്ക് വരട്ടെ. അപ്പം നന്നായി മസാജ് ചെയ്യും. ഗുഡ് മസാജിങ്. അപ്പം അതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ബോഡി മസാജ് കഴിഞ്ഞു. ഞാൻ എവിടെ സന്തോഷം പറയണമെന്ന് എനിക്കറിയില്ല. അണ്ണൻ്റെ ഒരു മസാജ് ആ കൈ കൊണ്ട്, ബലിഷ്ടമായ കൈ കൊണ്ട് എൻ്റെ ശരീരം മൊത്തം അണ്ണൻ തഴുകി തന്നു. ജീവിതത്തിൽ ഇതുവരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മസാജ് ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ പേര് സുരണിമ. ഞാൻ ഇനി ആഫ്രിക്ക വിട്ട് പോവില്ല. കാരണം എന്താ അറിയോ, അണ്ണൻ്റെ ഒരു ഐറ്റം ഉണ്ട്, സൂപ്പർ സാധനം, എനിക്കിഷ്ടമായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആഫ്രിക്കയിലത്തെ ഈ എണ്ണൻ്റെ മസാജിങ്. നാട്ടിൽ കുറേ തെണ്ടികൾ മസാജ് ചെയ്യുക, അതൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ വന്ന് മസാജ് ചെയ്യണമെങ്കിൽ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സമാധാനവും നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല. അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ആഫ്രിക്കൻ എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഉമ്മരെ കൊണ്ട് വേറെ തരം മസാജ് ഉണ്ട്, അത് ഫുൾ ബോഡി ഇതേമാതിരി. എൻ്റെ ഫുൾ ബോഡി മസാജ് കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പോൾ യൂട്യൂബിൽ കാണാൻ മറക്കരുത്. ലാസ്റ്റ് ആയിട്ട് എന്നാ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്നെയോ? യെസ്, എനിക്കും. യു ആർ വളരെ സെക്സിയാണ്, ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പൊ നാട്ടിലിങ്ങനെ ഇറങ്ങിണ്ടില്ല എന്തായാലും നാട്ടിലാവുമ്പോൾ ആൾക്കാരെ സദാചാരം പറയും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാർ പുറമെ പോയിട്ട് എല്ലാം കാര്യം ചെയ്യുന്നത്. പക്ഷെ ഗുഡ് മസാജ്, എനിക്ക് ഇങ്ങനെ പൊളിച്ച് മസാജ് ചെയ്താലും കുഴപ്പമില്ലാന്ന്. കുഴപ്പമില്ല. മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ്. കാരണം എനിക്ക് റീൽസ് ഒക്കെ 1 million അടിക്കണ്ടേ? 1 million ടു മച്ച്. Money is body. അതെ, ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മാർക്കറ്റിംഗ് കുറഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റിംഗ് കുറയുമ്പോൾ നമ്മൾ പല രീതിയിലും പല എക്സലൻസും കാണിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് പിടിക്കാം. പക്ഷെ ഇത് കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇതേപോലെ അനുകരിക്കുന്നത്, നശിച്ചു പോവാണ്. പെണ്ണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ട് മാർക്കറ്റിംഗ് പിടിക്കാൻ സിമ്പിൾ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഷട്ടിപ്പുറത്താണെങ്കിൽ എനിക്ക് കിട്ടാത്തത് പിന്നെ ആരാസ്മി ഉണ്ടാവില്ല അല്ലെ? ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് നമ്മളുടെ പോട്ട് ചെയ്യുന്ന അത് ഇപ്പൊ പബ്ലിക്കായിട്ട് നമ്മൾ പബ്ലിക് സാധനം കാണിച്ചു പറഞ്ഞിട്ടൊക്കെ പല വിവാദം നമ്മള് കയ്യിൽ കിടക്കേണ്ടി വരും. ഇപ്പൊ നമ്മളൊരാണാണ് പുറത്തു പോയി മസാജ് ചെയ്യണ ഫുൾ ബോഡി കാണിച്ചു കഴിഞ്ഞാൽ ഫുൾ ബോഡി മസാജ് ചെയ്യുമ്പോൾ അവൻ മറ്റേതാണ് ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നത്. പക്ഷെ സംഗതിക്ക് സംഭവം ശരി. പക്ഷെ പെണ്ണുങ്ങൾ റീച്ച് ആവാൻ വേണ്ടി ചെയ്യുന്ന ആകെയുള്ള പരിപാടിനെ തുണി വെച്ച് കാണിക്കാം. പക്ഷെ ഇത് നല്ല കാശും കിട്ടും. ഇതിന് വിമർശനം വരുന്ന അറിയാൻ നന്നായിട്ട് അറിയാൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ പിന്നാലെ കുറച്ച് വിമർശനം എടുക്കും, ഒരാഴ്ച ഓടിക്കും. സത്യം പറഞ്ഞാൽ അവള് വിമർശനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം. വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലും പറയണം, അത് ഇങ്ങനെ പറഞ്ഞ് കാശുണ്ടാക്കണം. നമ്മുടെ ബോഡി വെച്ചിട്ട് കാശുണ്ടാക്കാൻ പറ്റുമോ? അത് വേറെ ഇതാണ്. അത് വേറെ മാർക്കറ്റ് ചെയ്യാം. ബോഡി വെച്ച് കാശുണ്ടാക്കണൊക്കെ വേറെ മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ചില ആൾക്കാർ ഇത് കണ്ട് അനുകരിച്ച് പോകണ്ടേ? പക്ഷെ അവർ നാശത്തേക്ക്
പോണത്. ഇവർക്കൊരു കുഴപ്പമില്ലേ, അനുഗ്രഹിച്ച് കുറച്ച് ചെയ്തിട്ട് പോകുമ്പോ അവർ നഷ്ടത്തിൽ പോകും, ലാസ്റ്റ് ആത്മഹത്യയാവും, പിന്നെ തൂങ്ങിച്ചാവും. അതൊന്നും പറ്റാണ്ട് സഹിക്കാൻ പറ്റും. മനക്കെട്ടി പറഞ്ഞ സാധനമാണ് ഇതിനൊക്കെ. അപ്പൊ അതൊന്നും വരുത്തത്. നിങ്ങൾ നല്ല രീതിയിൽ നോക്കി നല്ല ജീവിക്കുക. ഇതൊന്നും നല്ലതല്ല, കുറച്ച് നാളത്തേക്ക് മാത്രമല്ല. അതിന് പിന്നെ ബേഡോ പിന്നെ നല്ല രീതിയിൽ തന്നെ ചാറ്റ് നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഇതിൽ പേര് മാറ്റി ചാറ്റ് തുടങ്ങും, അതൊന്നും കാര്യമൊന്നുമില്ല. നല്ലതൊക്കെ അപ്പൊ ഇത് നല്ലൊരു മെസ്സേജ് കൊടുക്കാണ്. ഇത് ചെയ്യേണ്ട കാശുണ്ടാക്കിക്കോ, പക്ഷെ ഇത് കണ്ട് വേറെ അനുകരിക്കരുതേ എന്ന് മാത്രം നമ്മൾ പറയണം.